നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. ആദ്യം ബാർക്കോഴ സംബന്ധിച്ച് ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക്. പ്രതിരോധത്തിലായി സർക്കാർ. ബാർക്കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന UDF മന്ത്രിമാരായ MP രാജേഷ്, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ രാജ്യാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഇന്ന് ചേർന്ന ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ മുൻപ് പിണറായി വിജയൻ പറഞ്ഞത് പൊടി തട്ടിയെടുക്കണമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയില്ല. ഇത് എക്സൈസ് മന്ത്രി നേരിട്ട് ഒരു അപേക്ഷ പോലീസിന് നൽകിയത് തന്നെ ഈ ബാർക്കോഴ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ബാർ നയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം 12 മണി വരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. പക്ഷെ ഇതേക്കുറിച്ച് UDF ഇന്ന് കൂടിയ യോഗം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാവില്ല. ബാർക്കോഴ ആരോപണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ പരാതിയിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്തും. കോഴ വിവാദത്തിൽ പ്രതിരോധത്തിലായതോടെ ഡ്രൈ ഡേ മാറ്റണമെന്നത് അടക്കമുള്ള സെക്രട്ടറി തല ശുപാർശകൾ സർക്കാർ പരിഗണിച്ചേക്കില്ല. ബാർക്കോഴ ആരോപണം അടിസ്ഥാനമില്ലാത്തതെന്നും നോട്ടെണ്ണുന്ന യന്ത്രം സ്വന്തം വീട്ടിൽ ഉണ്ടോ എന്ന് VD സതീശൻ ആദ്യം നോക്കട്ടെയെന്നും മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. ആ ബാർക്കോഴ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷും അതിന്റെ ബന്ധപ്പെട്ട മന്ത്രി MP രാജേഷും ഇത് പച്ച നുണയാണെന്നും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. അപ്പോൾ VD സതീശൻ ആദ്യത്തിന്റെ വീടൊന്ന് പരിശോധിച്ച് നോക്കണം, അവിടെ ഉണ്ടോ എന്നുള്ളവർ. അതിനിടെ ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറും ഒപ്പം സലിം മാലിക്കും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ഒരാരോപണം, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ അലയൊലികൾ, ഇന്നെന്തൊക്കെ സംഭവവികാസങ്ങളുണ്ടായി ഷഫീദ്? ഉന്മേഷ, ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില ആരോപണങ്ങൾ സംസ്ഥാനത്ത് ഉയരുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ നേർചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ് UDF കൺവീനർ MM ഹസന്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിലും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് മദ്യനയവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനിക്കാൻ അല്ലെങ്കിൽ തീരുമാനമായി എടുക്കാനിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സർക്കാർ മാറുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഡ്രൈ ഡേ ആണ്. അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട 2 കാര്യങ്ങൾ. എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഭീമമായ നഷ്ടം വരുത്തുന്നുവെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ. ബാറുകളുടെ പ്രവർത്തന സമയത്തിലും ചില ഇളവുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥ തല ശുപാർശയുണ്ടായിരുന്നു. എന്നാൽ ഈ മദ്യനയത്തിൽ ആ 2 കാര്യങ്ങളിലും തീരുമാനമുണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് മുന്നണിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായയെ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ചില ബാർക്കോഴ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബാർ ഉടമകളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അതിനിടെ ഇന്നലെ മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിരുന്നു. ആ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചു എന്നുള്ളതും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അതായത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ DYSP ബിനു ആയിരിക്കും ഈ പുതിയ ബാർക്കോഴ വിവാദം അല്ലെങ്കിൽ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. തിരുവനന്തപുരം യൂണിറ്റ് SP മധുസൂദനൻ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ഇതിൽ ആദ്യഘട്ടമെന്നോണം ഈ ആരോപണം ഉയർത്തിയ ശബ്ദരേഖയുടെ ഉടമയായിട്ടുള്ള ആൾ, അത്
ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള അനിമോന്റെ മൊഴി രേഖപ്പെടുത്തും. മറ്റ് സംഘടനാ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തും. ആ ശബ്ദരേഖയിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. എന്നിട്ട് ശേഷം മാത്രമായിരിക്കും കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. ഏതായാലും ആ നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നു. പ്രതിപക്ഷമാകട്ടെ ഇതിനെ മൂർച്ചയുള്ള രാഷ്ട്രീയ ആയുധമാക്കി ഇതിനോടകം തന്നെ ഉപയോഗിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. സലിം മാലിക് കൂടി ചേരുന്നുണ്ട്. UDF ഇന്ന് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവരുടെ തീരുമാനമെന്ന് പരിശോധിക്കാം. സലിം മാലിക്കിലേക്കാണ് ഇനി. സലിം, ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നതാണല്ലോ UDF കൺവീനർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. സലിം. ഉന്മേഷ്, UDF ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഒരു സമരത്തിലേക്ക് തൽക്കാലം UDF ഇല്ല എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് നമ്മൾ ഇന്ന് UDF കൺവീനർ ഇതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും തൽക്കാലം സമരത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അത് സമരം ചെയ്യേണ്ടതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. അതേസമയം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യതയില്ല. അത് പിണറായി വിജയന്റെ തന്നെ പോലീസ് നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. മാത്രമല്ല, ഇതിൽ ഒരു മന്ത്രിയല്ല, അതിന് പകരം 2 മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ MB രാജേഷും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇതിൽ വേണം എന്നൊരു നിലപാട് UDF എടുക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റ് സമരപരിപാടികൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു തീരുമാനവുമുണ്ട്. അതേസമയം UDF ഈ ഒരു സമരം എന്ന നിലയിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, ഇതിൽ ആദ്യം ടൂറിസം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എക്സൈസ് മന്ത്രി ഈ നിലയിൽ ഒരു പരാതി നൽകിയത് എന്നുകൂടി UDF കൺവീനർ പറയുന്നുണ്ട്. കാരണം ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PA മുഹമ്മദ് റിയാസിനെ കൂടി ഈ വിഷയത്തിലേക്ക് ഇടുന്നു. അതുവഴി മുഖ്യമന്ത്രിയുടെ കുടുംബത്തേക്ക് കൂടി വീണ്ടും ഒരു ആരോപണം, മുഖ്യമന്ത്രിയിലേക്ക് കൂടി ഒരു ആരോപണം എന്ന നിലയിലേക്ക് UDF ഈ വിഷയത്തെ, ഈ ആരോപണത്തെ പ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാറുകളുടെ സമയം കൂട്ടണമെന്ന് ആദ്യം പറഞ്ഞതും ഈ ടൂറിസം മന്ത്രി തന്നെയാണ് എന്നൊരു ആരോപണം. അതായത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആദ്യം അത് PA മുഹമ്മദ് റിയാസിൽ നിന്നാണ്. PA മുഹമ്മദ് റിയാസാണ് ആ ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ആദ്യം അവതരിപ്പിച്ചത് എന്ന നിലയിലേക്കാണ് UDF ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ ഒരു അന്വേഷണം ആവില്ല ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതിനാൽ ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഈ വിഷയത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുകൂടി UDF കൺവീനർ പറയുന്നു. മാത്രമല്ല, മുൻപ് പിണറായി വിജയൻ KM മാണിക്കെതിരെ പറഞ്ഞതൊക്കെയും പൊടിതട്ടിയെടുക്കണം. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉള്ളത്. അത് അന്ന് LDF ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്ന് LDF-നെ തിരിഞ്ഞു കൊത്തുന്നു. 1 കോടിയുടെ പേരിൽ, 1 കോടി രൂപയുടെ ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ LDF നടത്തിയ ഇല്ലാത്ത സമരങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയണം എന്നുകൂടി UDF പറയുകയും ചെയ്യുന്നു. ഉന്മേഷ്. സലീം, അതായത് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നൊരു ശബ്ദ സന്ദേശമുണ്ട്, അത് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് കഴമ്പുള്ള ഒന്ന് തന്നെയാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണോ UDF ഇപ്പോൾ? ഉന്മേഷ്, അതായത് അതിലൊരു 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇങ്ങനെ ഒരു ആരോപണം വീണു കിട്ടിയതാണ് UDF-ന്. അതുകൊണ്ട് തന്നെ UDF അതിനെ പരമാവധി ഉപയോഗിക്കാൻ, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ മാസം 10-ന് നിയമസഭ കൂടി ചേരുന്ന പശ്ചാത്തലത്തിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, അതിൽ നിന്ന് പരമാവധി ആനുകൂല്യം നേട്ടമുണ്ടാക്കുക എന്ന് UDF കണക്ക് കൂട്ടുന്നു. അപ്പോഴും ആ ശബ്ദത്തിന്റെ ആധികാരികതയിൽ, ആ ശബ്ദരേഖയിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് UDF തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ടൊരു സമരത്തിലേക്കില്ല, UDF ഒന്നായി ആലോചിച്ചൊരു സമരത്തിലേക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിലെ ശരിതെറ്റുകൾ വേർതിരിക്കണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സമരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. നിലവിൽ ഈ LDF അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനത്തിൽ നിന്ന് പുറകിലേക്ക് പോയാൽ അതിൻ്റെ നേട്ടം UDF-നാണ്. UDF നടത്തിയ ഇടപെടൽ കൊണ്ടാണ് എന്നുകൂടി വരുത്തി തീർക്കാൻ UDF-നാവും. അതോടുകൂടി നിയമസഭാ സമ്മേളനത്തിൽ ഒരു മേൽക്കൈ കിട്ടും എന്നുള്ളത് കൂടി UDF കണക്ക് കൂട്ടുന്നുണ്ട്. ആ നിലയിലാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായത്തിലേക്ക് പറയുകയും ചെയ്തത്. മാത്രമല്ല, സമരം നിലവിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും 2 മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ രാജി KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് UDF നേതൃയോഗത്തിന് ശേഷം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും ഒപ്പം MB രാജേഷും 2 മന്ത്രിമാരും രാജിവെക്കണം, 2 മന്ത്രിമാരും രാജിവെച്ച ശേഷം അന്വേഷണത്തെ നേരിടണം എന്ന ഒരു നിലപാടാണ് UDF എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്. സലീം, അതായത് തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടതില്ല ഈ വിഷയത്തിൽ, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോഴും എന്ന നിലപാടിലേക്ക് UDF എത്തുന്നു അല്ലേ?
ഉന്മേഷ്, അങ്ങനെ പറയാൻ കഴിയില്ല. അതേസമയം ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ UDF എന്ന നിലയിലേക്ക് പോകുന്നുമില്ല. അത് ഈ UDF സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലെ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്നു, അത് വലിയൊരു ആരോപണമാണ്. മുൻപ് ബാർക്കോഴ സമാനമായ ഒരു ആരോപണം വന്നപ്പോൾ അത് മന്ത്രിസഭയെ ആകെ ബാധിച്ച ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് വഴിതെളിച്ചതാണ്. അന്ന് 1 കോടി രൂപയുടെ മാത്രം ഒരു അഴിമതി ആരോപണമായിരുന്നെങ്കിൽ ഇന്നത് 25 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. അങ്ങനെ ഒരു വലിയൊരു ആരോപണം UDF വീണ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത് സമരം ചെയ്യാനും പരമാവധി മുതലാക്കാനും ചെയ്യേണ്ട അവസരമാണ്. പക്ഷേ കഴിഞ്ഞ ഈ ആരോപണം വന്നിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നത് 48 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അപ്പോഴും UDF സ്വന്തം നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു സെക്രട്ടേറിയറ്റിലേക്ക് പോലും ഒരു മാർച്ച് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മന്ത്രിയുടെ വസതിയിലേക്ക് അവിടെ നിന്ന് ആ ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സമരം എന്നതിനപ്പുറത്തേക്ക് സമരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സമരത്തിലേക്ക് ഏത് ദിവസം കടക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരി സലീം, പക്ഷേ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുക, അതിലേക്ക് UDF ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് UDF കൺവീനർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ജുഡീഷ്യൽ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് UDFന്റെ നിലപാട്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. എക്സൈസ് മന്ത്രി തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി യാതൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. സജോ ദേവസ്യയുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് ടൂറിസം മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്? സജോ. ഉന്മേഷ്, ഇക്കാര്യത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നത് ബാർക്കോഴ ആരോപണം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. മദ്യനയത്തിൽ പ്രാഥമികമായ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല, അല്ലെങ്കിൽ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. അങ്ങനെ ഇതുവരെ എന്തെങ്കിലും തരത്തിൽ ചർച്ച നടക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ആരോപണം വരുന്നത്. ഒപ്പം അദ്ദേഹം UDF പരിഹസിക്കുകയാണ്. 8 വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ചില UDF നേതാക്കൾക്കുള്ളത്. അവർക്ക് ചികിത്സ നൽകാൻ തൽക്കാലം LDF സർക്കാരിനോ കഴിയില്ല. ഈ വിഷയത്തിന്മേൽ കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട്. വാലും തലയുമില്ലാത്ത ഒരു ശബ്ദം, ഓഡിയോ റെക്കോർഡ് സംബന്ധിച്ചാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഒപ്പം UDF നേതാക്കളെ പരിഹസിക്കുക കൂടിയാണ്. ഈ ആരോപണം ശക്തമായി തന്നെ UDF ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. ബാർക്കോഴയിൽ LDF തന്നെ കുരുങ്ങുന്ന ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി വലിയ തോതിൽ ഉപയോഗിക്കാൻ UDF പരിശ്രമിച്ചിരുന്നു. അതിനാണ് അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പല UDF നേതാക്കളും നേരിടുന്നുണ്ട്. ചികിത്സ വേണം അവർക്ക്, പക്ഷെ അത് കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലയ്ക്കുള്ള പരിഹാസവും കൂടി ഈ വിഷയത്തിലെ മറുപടിയായി മന്ത്രി പറയുകയാണ്. ശരി, ടൂറിസം മന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ തള്ളി കുഫോസിന്റെ റിപ്പോർട്ട്. പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. രാസവസ്തുക്കൾ എവിടെ നിന്നെന്ന് അറിയില്ലെന്നും രാസപരിശോധനാ ഫലം വരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം ഫാക്ടറികളിലെ രാസമാലിന്യമല്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. അതിനിടെ രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയ അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ശ്രീകാന്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഏകാഭിപ്രായം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. നഷ്ടപരിഹാരം നൽകണമെന്ന ലത്തീൻ സഭയുടെ ആവശ്യമടക്കം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? ഉന്മേഷ, നിലവിൽ നേരത്തെ ജലസേചന വകുപ്പ് പറഞ്ഞത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായി തങ്ങളെ ഒന്നും അറിയിച്ചിരുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീഴ്ച അവർക്കാണെന്നാണ് നേരത്തെ ജലസേചന വകുപ്പ് പറഞ്ഞത്. എന്നാൽ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത് ഒരു തരത്തിലുള്ള രാസമാലിന്യങ്ങളും ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. അവരങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയതും. പക്ഷേ ഇതാ ഇപ്പോൾ കുഫോസ് പറയുന്നു രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ജൈവ വസ്തുക്കൾ കെട്ടിക്കിടന്ന് അഴുകിയാലും അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഈ ചത്ത മീനുകളുടെ രാസപരിശോധനാ ഫലം വരുമ്പോൾ കൃത്യമായ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കാൻ സാധിക്കും എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമോണിയത്തിൻ്റെയും അതോടൊപ്പം സൾഫൈഡിൻ്റെയും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം നിലവിലിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിലിപ്പോൾ ഈ കുഫോസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഏറ്റവും പുതുതായി ചില വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. അതായത് ഈ വിഷയം കുഫോസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലിനീകരണ നിയന്ത്രണ ബോർഡ് കടുത്ത നടപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ്. വിഷയത്തിൽ
കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയും മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടു. അതായത് സമഗ്രമായ ഒരു അന്വേഷണം നടപടി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നമ്മളിനി പോകുന്നത് മഴ വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴയിൽ 3 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർഗോട്ട് മിന്നലേറ്റ് വയോധികനും മരിച്ചു. തൃശൂർ വെള്ളറക്കാട് തോട്ടിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ 14 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. തിരുവനന്തപുരത്ത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷമാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടെ റമാൽ ചുഴലിക്കാറ്റാകും. കാസർഗോഡ് ബെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ ദിലീപും മരിച്ചു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ വീട് തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് അപകടം. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുടമ ഗിരിജകുമാരി രക്ഷപ്പെട്ടത്. കാസർഗോഡ് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. നെല്ലിക്കാട്ട് സ്വദേശി യമുനയുടെ വീട്ടുമതിലാണ് തകർന്നത്. പലയിടങ്ങളിലും കൃഷിനാശമുണ്ടായി. പത്തനംതിട്ട തുമ്പമണിൽ കിണറിടിഞ്ഞു. റാന്നി കോഴഞ്ചേരി പുതുമൺ പാലത്തിലൂടെയുള്ള യാത്ര താത്കാലികമായി നിരോധിച്ചു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇന്ന് വൈകിട്ടോടെ ഇത് റമാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മഴക്കെടുതിയിൽ വലയുകയാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളും. എറണാകുളം ജില്ലയിൽ മഴ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ആലുവയിലാണ്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 27 പേരാണ് കഴിയുന്നത്. തകർത്തു പെയ്ത വേനൽ മഴയുടെ ദുരിതത്തിൽ തന്നെയാണ് എറണാകുളം ജില്ല. ഇന്ന് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പുതുവൈപ്പിൻ ബീച്ചിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളി ഇന്ന് മരിച്ചു. പ്രദേശവാസിയായ ദിലീപാണ് മരിച്ചത്. കാക്കനാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീതിയെ തുടർന്ന് 9 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ആലുവ മേഖലയിലാണ് മഴ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കിയത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. പറവൂർ മേഖലയിൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിൽ കെട്ടിനിന്ന വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ പാളിയതോടെ MG റോഡിലും പാലാരിവട്ടത്തും തമ്മനത്തും ഇടറോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലകളിൽ കടൽക്ഷോഭത്തിനൊപ്പം കാനകളിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് കയറിയതോടെ ജനജീവിതവും ദുസ്സഹമാണ്. പകർച്ചവ്യാധി ഭീതിയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും മഴ ശക്തമായതോടെ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ മുന്നറിയിപ്പ് പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകി. 24 കൊച്ചി. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അജീഷ് ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ഉന്മേഷ്, കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായതോടെയാണ് സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറഞ്ഞത്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് എന്നാൽ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 4 ജില്ലകളിലാണ് നാളെ മുന്നറിയിപ്പുള്ളത്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകരുതെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും അത്ര തീവ്രതയുള്ള മഴ പെയ്തിരുന്നില്ല. എന്നാലും പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴക്കെടുതികളുടെ ബാക്കി ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. തീരദേശ മേഖലകളിൽ ഈ ശക്തമായ തിരമാലയിൽ തകർന്ന വീടുകളിൽ ഇപ്പോഴും തകർന്ന നിലയിൽ തന്നെയാണ്. അവരൊക്കെ ബന്ധുവീടുകളിലും ഒക്കെയാണ് താമസിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമ കൊച്ചിയിൽ കാനകൾ കരകവിഞ്ഞൊഴുകിയതോടെ വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും കൗൺസിലർ അടക്കമുള്ളവർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആരും കാണുന്നില്ല, ആരും വന്ന് അന്വേഷിക്കുന്ന പോലില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ കുഞ്ഞു മക്കൾ കൂടെ നേരം വെളുത്തപ്പോ തൊട്ട് പട്ടിണി ഇരിക്കണേ. അടുക്കള മുതൽ വെള്ളമാണ്. രോഗികളാ, ഒറ്റക്ക് താമസിക്കണവരാ. എന്തെങ്കിലും വന്നാൽ തിരിഞ്ഞു നോക്കുന്നുണ്ടാ? ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആ പട്ടിണി ഞങ്ങളെ കൂടെ പോകും. ഈ മഴ
ഗൗരിക്ക് പനിയാണെന്ന് വരാൻ പറ്റൂലെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലറിന്. ഈ കാന ഒരു കൗൺസിലർ ഇരുന്നപ്പോ കോരിയിരുന്നു ഷിജി റോയി. അവരായിരുന്നപ്പോ മാസം കോരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് ഈ പാർട്ടിക്കാർ കയറിയിട്ട് ഇവിടെ 5 വർഷം അതിക്കും മുമ്പ് തുടങ്ങിയത് പോരാണ്ട് ഈ കാന പൊക്കി കെട്ടും ഇങ്ങനെ വെക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് തോപ്പുംപടി മേഖല. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് അശ്വിൻ പാലാഴി ഇപ്പോൾ ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് അവർ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പാളിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ? ഉന്മേഷ, തോപ്പുംപടിയിലെ മൂലംകുഴി ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. അത് ഒരു വെള്ളക്കെട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങളെ ബാധിക്കുന്ന, ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി തന്നെ ഈ വെള്ളക്കെട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ നമ്മൾ കേട്ട വീട്ടമ്മമാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് ഈ കാനകൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തതും അതിൽ നിന്നും ഈ മാലിന്യങ്ങൾ ഒഴുക്കി വിടാത്തതുമൊക്കെ, അല്ലെങ്കിൽ അത് തടഞ്ഞു നിന്ന് വെള്ളം ഒഴുകി പോകാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് ഈ ഡിവിഷനിൽ പണിത, മൂലംകുഴി ഡിവിഷനിൽ പണിത ഒരു കാനയുടെ ഭാഗമാണ്. പക്ഷേ ഇത് മെയിൻ റോഡിന്റെ ലെവലിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇടറോഡിൽ നിന്നുള്ള കാന ഉയർത്തിപ്പണിത്. പക്ഷേ അത് മഴക്കാലം എത്തിയപ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരിതം ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്നത്. അതായത് ഈ ഇടറോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കാനയിലൂടെ ഒഴുകി പോകാത്ത ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. അതാണ് ഈ മഴക്കാലത്ത് ഇന്നലെ പെയ്ത മഴയിൽ ഇവരെ വലിയ ദുരിതത്തിലാക്കിയത്. വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നത്. എന്തായാലും നാട്ടുകാർ ഇടപെട്ട് തന്നെ ഇന്ന് ഈ കാന പൊളിച്ചു. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ റോഡിൽ കിടക്കുന്നത്. ആ കാന പൊളിച്ചതിന് ശേഷമാണ് ഈ മൂലംകുഴി ഭാഗത്തുണ്ടായിരുന്ന കെട്ടിക്കിടന്ന വെള്ളമെല്ലാം ഈ കാനയിലൂടെ കൃത്യമായി ഒഴുകി തുടങ്ങിയത്. അതായത് അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ മൂലംകുഴിയിൽ നമ്മൾ ഇന്ന് കണ്ടത്. അത് എന്തായാലും വലിയ പകർച്ചവ്യാധി ഭീഷണിയൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ഇവിടെ നേരിടുന്നുണ്ട്. കാരണം മലിനമായ ജലമാണ് വീടുകളിലേക്ക് എത്തിയത്. അതിനുള്ളിലാണ് ഇന്നലെ രാത്രി മുഴുവൻ ഈ ഇവിടുത്തെ ഏകദേശം ഒരു 50ഓളം കുടുംബങ്ങൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നത്. എന്തായാലും നാട്ടുകാർ തന്നെ മുൻകൈ എടുത്തത് പൊളിച്ചു മാറ്റി ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ മഴ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചിമ കൊച്ചിയിൽ ഇപ്പോൾ മഴ ചെറുതായിട്ട് തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അത് രാത്രി വലിയ മഴയിലേക്ക് പോയാൽ വീണ്ടും വലിയ വെള്ളപ്പൊക്കം ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളത് വെല്ലുവിളിയാണ്. എന്തായാലും ഈ അധികാരികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്. അത് അവർ പറയുന്നതിൽ വലിയ കാര്യവുമുണ്ട്. കാരണം ഈ ഡ്രെയിനേജിന്റെ സിസ്റ്റമൊക്കെ വളരെ അമ്പേ പരാജയപ്പെട്ടൊരു ഉദാഹരണമാണ്, അമ്പേ പരാജയപ്പെട്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വെള്ളക്കെട്ട് ഉടനെ അങ്ങ് ഒഴിയുന്ന ഒരു ലക്ഷണം കാണുന്നുമില്ല. ഉന്മേഷ്, തോപ്പുംപടി മേഖലയിലാണ് ഈ പ്രതിസന്ധി. അശ്വിൻ പാലാഴിയാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി സ്വദേശി തൂങ്ങാളിയിൽ ബൈജു ജോസാണ് മരിച്ചത്. ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ. ഇടുക്കിയുടെ പല പ്രദേശങ്ങളിലും ഈ ഡെങ്കിപ്പനി ഭീഷണി ഇപ്പോഴുമുണ്ട്. അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെങ്കിപ്പനിയുടെ സമാന ലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കഞ്ഞിക്കുഴി സ്വദേശി ബൈജു ജോസാണ് ഇന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 10 വയസ്സുകാരി മരിച്ചിരുന്നു. ആ കുട്ടിയുടെ മരണകാരണവും ഡെങ്കിപ്പനിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുമുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. 6ാം ഘട്ട വിധിയെഴുത്ത്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 3 മണിവരെ 49.20% പോളിംഗ് ശതമാനം. ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ, ഒപ്പം ബൽറാം നെടുങ്ങാടി, ആർ അച്യുതൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്കാണ്. ആർ കെ, ഒടുവിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം എത്രയാണ്? എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെടുപ്പ്? ആർ കെ, നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഉച്ച കഴിഞ്ഞ്
ഏതാണ്ട് 3 മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവുണ്ടാകുന്നു, അഥവാ ആ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ 3 മണി വരെയുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 49.20 ഇന്ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ശതമാനം ആകെ എത്രയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ബീഹാറിൽ 45.21, ഹരിയാനയിൽ 46.26, ജമ്മു കാശ്മീരിൽ 44.41, ജാർഖണ്ഡിൽ 54.34, ഡൽഹിയിൽ 44.58, ഒഡീഷയിൽ 48.44, ഉത്തർപ്രദേശിൽ 43.95, ബംഗാളിൽ 70.19 എന്നിങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് വൈസ് നമ്മൾ 3 മണിവരെയുള്ള കണക്ക് പരിശോധിച്ചാലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതാണ്ട് 3 മണിക്കൂർ സമയം കൂടിയാണ് പിന്നീട് ഉള്ളത്. സാധാരണഗതിയിൽ ഈ 3 മണിക്കൂർ സമയം കൊണ്ട് ഒരു 15 മുതൽ 20% വരെയൊക്കെ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സാവകാശമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോലും ഏതാണ്ട് 60-നും 65% ഇടയിലുള്ള ഒരു ശതമാനം തന്നെയായിരിക്കും ഇന്നും പോളിംഗ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. വലിയ ചൂട്, ഉഷ്ണതരംഗത്തിൽ വലയുകയാണ്, വിയർത്തൊലിക്കുകയാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നതാകും ഉചിതം. അതുകൊണ്ട് തന്നെ ബൂത്തുകളിലേക്ക് എത്താൻ വോട്ടർമാരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുകയും ചെയ്തു. രാവിലെ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ ബൂത്തുകൾക്ക് മുന്നിൽ ചെറിയ നിരയൊക്കെ കാണാൻ സാധിച്ചെങ്കിലും പിന്നീട് അത്തരത്തിലുള്ള ജനങ്ങളുടെ കൂട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഉത്തർപ്രദേശിലെ ചിലയിടങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ ഈ ക്യൂ നിന്നുകൊണ്ടിരുന്ന ആളുകൾ, വിവിധ ബൂത്തുകളിൽ ക്യൂ നിന്നുകൊണ്ടിരുന്ന ആളുകൾ തളർന്നു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നെങ്കിലും ചൂട് ഒരു വില്ലനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ 6ാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും മാറ്റം ഉള്ള ഒരു സ്ഥലം ജമ്മു കാശ്മീരിൽ മാത്രമാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും മികച്ച നിലയിൽ പോളിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ബംഗാളിന്റെ കാര്യവും എടുത്ത് പറയേണ്ടതാണ്. ബംഗാൾ ഇതിനകം തന്നെ 3 മണി ആയപ്പോൾ തന്നെ ഏതാണ്ട് 70% പോളിംഗ് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉന്മേഷ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. അടൽ പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നത്. ബൽറാം, അവിടെ നൽകാനുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി എങ്ങനെയാണ് വോട്ടെടുപ്പിനോട് പ്രതികരിക്കുന്നത്? ബൽറാം. ഉന്മേഷ, ഡൽഹി ഇത്തവണത്തെ വോട്ടെടുപ്പിനോട് വളരെ മന്ദഗതിയിൽ തന്നെയാണ് വോട്ടിംഗ് ആദ്യ മണിക്കൂറുകൾ തന്നെ പുരോഗമിച്ചത്. ഡൽഹി നിവാസികൾ ഇത്തവണ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കണ്ടത്. 2 മുന്നണികൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഇത്തവണ ഡൽഹിയിൽ ഉണ്ടായത്. ഈ പ്രചരണ രംഗത്ത് കണ്ട വീറും വാശിയും എന്നാൽ വോട്ടെടുപ്പിൽ ഒട്ടും തന്നെ പ്രകടമല്ല എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെയുള്ള കാഴ്ച എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ല്യൂട്ടൻസ് ഡൽഹി മേഖലയിൽ തന്നെയുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ്. അടൽ ആദർശ് പ്രാഥമിക വിദ്യാലയ. ഇവിടെ 1-2 പേർ മാത്രമാണ് ഓരോ 10 മിനിറ്റ് ഇടവേളയിൽ പോലും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അത്രത്തോളം മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 3 മണിവരെ 45% പോലും തികഞ്ഞിട്ടില്ല ഡൽഹിയിലെ പോളിംഗ് എന്നുള്ളത്. ഇനി 1.5 മണിക്കൂറോളം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെയുള്ള കടുത്ത ചൂട് ഇതിനൊരു കാരണമായി പറയുന്നുണ്ട്. കാരണം രാവിലെ ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഡൽഹിയിലെ താപനില 40 ഡിഗ്രിയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ചൂട് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലവിൽ ഇപ്പോൾ 43 ഡിഗ്രിയാണ് ഡൽഹിയിലെ താപനില. ഇതൊരു കാരണമായിട്ടുണ്ട്. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ കാരണങ്ങളും ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സന്ദേഹങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആളുകളോട് ചോദിക്കുമ്പോൾ അത് BJPയുടെ വോട്ടുകളാണ് കുറയുന്നത് എന്നും ഇതൊരു ഭരണവിരുദ്ധമായ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയതാണ് പ്രതിഫലിക്കുന്നത് എന്നും അവർ പ്രതികരിക്കുന്നു. കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ ശതമാനത്തിനായിരുന്നു BJPയുടെ വിജയം ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കുറയുന്നത് BJPയുടെ വോട്ടുകളാണെന്ന് അവകാശപ്പെടുമ്പോൾ BJP ആകട്ടെ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഈ ഇത്തരത്തിൽ വോട്ട് പരസ്പരം ചെയ്യുന്നതിനുള്ള മടി കൊണ്ട് ഇവരുടെ വോട്ടർമാർ വിട്ടുനിൽക്കുകയാണ് എന്ന പ്രതികരണമാണ് അവർ നൽകുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായി പോലും ചില സംശയങ്ങൾക്കും മറ്റും ഇത് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ നഗര വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ
കൃത്യമായി തന്നെ സാധാരണ പോൾ ചെയ്യപ്പെടാറുള്ള വോട്ടുകൾ കൂടിയാണ്. എന്നിട്ട് പോലും പോളിംഗ് ഈ ഡൽഹിയിലെ ഗ്രാമീണ മേഖലകളിലേക്ക് അല്പം കൂടി തിരക്ക് കാണാമെങ്കിലും നഗരമേഖലകളിലെല്ലാം തന്നെ ഈ ഒരു പോളിംഗ് സ്റ്റേഷനിലുള്ള സ്ഥിതി തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ കാണാൻ കഴിയുന്നത്. അതിൽ നിന്നും ഒരു ഘട്ടത്തിൽ പോലും കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരാവേശവും ഇത്തവണ ഡൽഹിക്കാർ ഈ തിരഞ്ഞെടുപ്പിനോട് കാണിക്കുന്നില്ല എന്ന് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വിദഗ്ധരിൽ പോലും വലിയ സന്ദേഹം ഉണർത്തുന്നുണ്ട്. ഉന്മേഷ്, ഡൽഹി വോട്ടെടുപ്പിനോട് മന്ദഗതിയിലാണ് പ്രതികരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകി. അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ ഇപ്പോൾ ചേരുന്നത് കാനിംഗ് ലൈൻ പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് അച്യുതൻ? ഉന്മേഷ്, രാവിലെ ഏതാണ്ട് ഒരു 10 മണിവരെ ആയിരുന്നു ഈ ഒരു പോളിംഗ് വോട്ടർമാരുടെ ഒരു എണ്ണം ഒരു തിരക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഇരുവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മന്ദഗതിയിലാണ് പോളിംഗ് എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം ഈ വരുന്ന ആളുകൾ അത് 1ഉം 2 പേരും വെച്ച് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും മാത്രമാണ് ഈ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കാനിംഗ് ലൈനിലെ ലേഡി ഇർവിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 3 പോളിംഗ് ബൂത്തുകളാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇവിടെ ഈ പൊതുവെ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാൻ കൂടി കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. പൊതുവെ ഡൽഹിയിൽ പരിശോധിക്കുമ്പോൾ ചാന്ദിനി ചൗക്കിൽ ഈ 3 മണിവരെ കണക്കുകൾ പ്രകാരം 43.24% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ 47.85%. നോർത്ത് ഈസ്റ്റ് ഡൽഹി രാവിലെ മുതൽ തന്നെ അവിടെ ഒരു പോളിംഗ് ശതമാനം, ആ പോളിംഗ് ശതമാനത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വർധനവുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അവിടെ 42.17% ന്യൂഡൽഹിയിൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാൻസുരി സ്വരാജ്, ബി.ജെ.പിയുടെ ബാൻസുരി സ്വരാജും മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ കാലത്തെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അത് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം പോളിംഗ് ശതമാനം വലിയ രീതിയിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ പോളിംഗ് ശതമാനം കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു ഘടകം ഈ ഒരു ഉഷ്ണതരംഗം തന്നെയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലുള്ള ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പ്രകടമാകുന്നത് എന്നതാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായ ഒരിടമാണ് ഡൽഹി. പൊതുവെ 2019 സാഹചര്യമല്ല 2024 വരുമ്പോൾ ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്താണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് എങ്ങനെയായിരിക്കും ഈ വോട്ട് എണ്ണുമ്പോൾ പ്രതിഫലിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷമുള്ള ഒരു ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പാണ്. അത് ഇടക്കാല ജാമ്യത്തിലൂടെ തിരികെ വരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിൽ ഉണ്ടാക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞു എന്നുള്ളത് ആം ആദ്മിയുടെ ഒരു വിജയമാണ്. പക്ഷേ സ്വാതി മലിവാളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതൊരു ആം ആദ്മിക്ക് അവസാന ഘട്ടത്തിൽ തിരിച്ചടിയാവുന്ന ഒരു ഘടകമായിരുന്നു. പക്ഷേ അത് മറികടക്കുവാനുള്ള പല ശ്രമങ്ങളും ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ദിനംപ്രതി വാർത്താ സമ്മേളനങ്ങളും നേതാക്കളുടെ പ്രതികരണങ്ങളുമെല്ലാം അതിനെ പ്രതിരോധിക്കുവാനായി ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് ആം ആദ്മിയെ സംബന്ധിച്ച് നിർണായകമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ അഴിമതി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മോചനം വേണം. അതിൻ്റെ തുടക്കമായി തന്നെ ലോക്സഭ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു ബി.ജെ.പിയുടെ ഒരു പ്രചരണവാക്യം. അങ്ങനെ ഇരുവരും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ശക്തമാക്കിയ ഒരിടമാണ് ഡൽഹി. ഉന്മേഷ്, ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇനി. കൊച്ചി അവയവക്കടത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കൊച്ചിക്ക് പിന്നാലെ കണ്ണൂരിലും അവയവക്കച്ചവടം എന്ന സൂചന. ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവദാനത്തിന് നിർബന്ധിച്ചു എന്നാണ് നെടുമ്പൊയിൽ സ്വദേശിയായ യുവതി 24നോട് വെളിപ്പെടുത്തിയത്. 9 ലക്ഷം രൂപയാണ് വൃക്ക ദാനം ചെയ്യാനായി വാഗ്ദാനം ചെയ്തത്. പിന്മാറിയതോടെ ഇടനിലക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും യുവതി 24നോട് വ്യക്തമാക്കി. ഇതിപ്പോൾ എന്ന് കഴിഞ്ഞാൽ ഈ കിഡ്നീൻ്റെ ഒരു പ്രശ്നമായത് 1.5 വർഷമായി. 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ 1.5 വർഷത്തിനുള്ളിലാണ് ഈ കിഡ്നീൻ്റെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഈ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കിഡ്നീൻ്റെ ഏജൻ്റാണ്. ആ ഏജൻ്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിൻ്റെ കിഡ്നി എടുക്കാം, പിന്നെ 9 ലക്ഷം രൂപ തരാം, 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് കേട്ടു. ഈ ടെസ്റ്റും കാര്യം നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പോലീസുകാരോടോ നാട്ടുകാരോടോ ഒന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയായിപ്പോയി. എൻ്റെ ഭർത്താവ് അതുപോലത്തെ ഒരു ഭീഷണിയിലായിരുന്നു. എന്നെ പുറത്ത് പറഞ്ഞ് എന്നെ കൊന്നുകളയുന്നതായിരുന്നു ഒരു ഭീഷണി. അപ്പോൾ അയാളെ പേടിച്ചിട്ട് ഞാൻ ആരോടും പറയാണ്ടിരുന്നു.
അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനമെന്നും പരാതി. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് വൃക്ക നൽകിയ യുവതിയുടെ ആരോപണം. അവയവ വ്യാപാരം നടത്തിയ സംഘത്തിന്റെ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ഇന്നലെ പിടിയിലായ സജിത്ത് എന്നാണ് വിവരം. സംഘത്തിൽ കൂടുതൽ മലയാളികളുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും ഇപ്പോൾ ചേരുന്നുണ്ട്. സജോ, എന്താണ് ആ യുവതിയുടെ വെളിപ്പെടുത്തൽ? സജോ, ഉന്മേഷ, അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതും ഞെട്ടിക്കുന്നതുമായ വെളിപ്പെടുത്തലാണ് കണ്ണൂർ പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതി നടത്തിയിരിക്കുന്നത്. യുവതി പറയുന്നത് അവയവ കച്ചവടത്തിനായി ആദ്യം ഈ ഇടനിലക്കാർ സമീപിച്ചത് യുവതിയുടെ ഭർത്താവിനെയാണ്. 8 വർഷം മുൻപ് 6 ലക്ഷം രൂപയ്ക്ക് ഭർത്താവ് വൃക്ക വിൽപ്പന നടത്തി എന്നാണ് യുവതി പറയുന്നത്. പിന്നീട് 1.5 വർഷം മുൻപ് വീണ്ടും ഇതേ സംഘം സമീപിച്ചു. യുവതി 29കാരിയാണ്. ഇതേ യുവതിക്ക് 9 ലക്ഷം രൂപ നൽകാം, പ്രതിഫലം നൽകാം വൃക്ക നൽകിയാൽ എന്നതായിരുന്നു വാഗ്ദാനം. പിന്നീട് തുടർച്ചയായി നിർബന്ധിച്ചു. ഭർത്താവിൻ്റെ നിർബന്ധം കൂടിയായതോടുകൂടി യുവതി ആദ്യഘട്ടത്തിൽ സമ്മതിച്ചു. പിന്നീട് യുവതിയെ ആലുവയിൽ എത്തിച്ച് ഈ രേഖകൾ ഇവർക്ക് താൽക്കാലിക മേൽവിലാസം ഉണ്ടാക്കി അവിടെ എല്ലാ രേഖകളും തരപ്പെടുത്തി ടെസ്റ്റുകളൊക്കെ വേഗത്തിൽ പൂർത്തീകരിച്ചു. അങ്ങനെ സർജറിക്ക് ഡേറ്റും നിശ്ചയിച്ചു. പിന്നാലെ യുവതി പിന്മാറുകയായിരുന്നു. അതായത് ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പോയതോടുകൂടിയും പണം ഇക്കാര്യത്തിൽ തന്നെ വഞ്ചിക്കും എന്നൊക്കെ മനസ്സിലാക്കിയതോടുകൂടിയും യുവതി, അതായത് ഈ പണം തനിക്ക് മുഴുവനായും കിട്ടുകയില്ല എന്നൊക്കെയുള്ള ഒരു ആശങ്ക രൂപപ്പെട്ടതോടുകൂടി യുവതി പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ പിന്മാറിയതോടുകൂടി വധഭീഷണി അടക്കം തുടർച്ചയായി ഇടനിലക്കാരും ഭർത്താവും ചേർന്ന് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയാണ് യുവതി പറയുന്നത്. 1 മാസം മുൻപ് ഇതേ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെ ഇങ്ങനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തനിക്ക് വധഭീഷണിയുണ്ട്. ഇങ്ങനെ ഈ വൃക്ക കച്ചവടവുമായി ബന്ധപ്പെട്ട് മറ്റു പലരും ഇതിൽ പെട്ടുപോയതായി തനിക്കറിയാം. ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളാണിവർ. അങ്ങനെ ആദിവാസി മേഖലയിലുള്ള മറ്റുള്ള ആളുകളുടെയും അവരുടെ സാമ്പത്തിക പ്രയാസമൊക്കെ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്നെല്ലാം കാട്ടി പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസ് അനങ്ങിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ വിവാദമായതിന് പിന്നാലെ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ഇന്ന് വൈകിട്ട് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്മേൽ ഈ യുവതി പറയുന്ന കണ്ണൂരിൽ നിന്ന് മാത്രം 48ഓളം ആളുകൾ ഇതേ ഇടനിലക്കാരുടെ സംഘത്തിൽ തന്നെ സംഘത്തിൻ്റെ ഭാഗമായി തന്നെ ഈ രേഖകൾ തയ്യാറാക്കാനും ടെസ്റ്റിനും മറ്റുമായി എത്തിയിരുന്നു. അതായത് അത്രയധികം ആളുകളെ ഈ അവയവ കച്ചവടത്തിന് വേണ്ടി ഇതേ ഇടനിലക്കാരുടെ സംഘം തന്നെ കൊച്ചിയിൽ എത്തിച്ചിരുന്നു എന്നതാണ് ഈ യുവതി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതിന്മേലൊക്കെ അന്വേഷണം നടക്കേണ്ടതാണ്. അതായത് പക്ഷേ ഇതിൻ്റെ എല്ലാം കേന്ദ്രം ആലുവ കേന്ദ്രീകരിച്ചുള്ള സംഘം തന്നെയാണ് ഇതിന് പിന്നിലും എന്ന് പറയുന്നു. കാരണം ആലുവയിൽ എത്തിച്ചാണ് ഈ രേഖകളൊക്കെ തയ്യാറാക്കിയത്. കാര്യങ്ങൾ പിന്നീട് തങ്ങളൊന്നും അറിഞ്ഞില്ല, എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു. പിന്നീടാണ് ഈ ഭീഷണി, ഇപ്പോഴും ആ ഭീഷണി തുടരുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണം, കർശന നടപടി വേണം എന്നാണ് യുവതി ആവശ്യപ്പെടുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണുവും ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു യുവതിയുടെ പുതിയ വെളിപ്പെടുത്തൽ കൂടിയുണ്ടല്ലോ, ലൈംഗിക പീഡനം എന്നുള്ള തരത്തിൽ. അതിന്റെ വിശദാംശങ്ങളും വിഷ്ണു. ഉന്മേഷ്, നെടുമ്പാശ്ശേരി അവയവക്കെടുത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ പിടിയിലായ സജിത്തിനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഈ കേസിൽ സജിത്തിന് നിർണായകമായ പങ്കുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് സജിത്താണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് നേരത്തെ പിടിയിലായ സാബിത്തും സജിത്തും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ എറണാകുളം റൂറൽ എസ് പി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പനങ്ങാട് നിന്ന് മറ്റൊരു പരാതി ഉയർന്നു വന്നത്. ഇത്തരത്തിൽ വൃക്ക കച്ചവടം ചെയ്ത ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. പണം നൽകാമെന്ന പേരിൽ വിളിച്ചു വരുത്തി, അതിനുശേഷം പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പക്ഷേ ആ കേസിന് നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിശദീകരണം. എസ് പി ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതിന് ബന്ധമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പനങ്ങാട് പോലീസ് ഈ യുവതിയുടെ പരാതിയിൽ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവയവക്കടത്ത് അതിൽ നെടുമ്പാശ്ശേരിയിൽ പിടികൂടിയ കേസ് അതൊരു ചെറിയ സംഘമല്ല, വിപുലമായ ഒരു സംഘമാണ്. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കേണ്ടി വരും. ഒരു പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇടപെടാനുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു സാധ്യത നിലവിൽ വളരെ കൂടുതലാണ്. എന്നാൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ ഇന്നത്തെ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് മധുരയിൽ 9 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. ബീഹാർ സ്വദേശി ഷാനവാസാണ് മരിച്ചത്. സംഭവത്തിൽ ബീഹാർ സ്വദേശിയായ 13കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉറുദു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. മനേഷ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെയുള്ള പ്രദേശം മേലൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉറുദു വിദ്യാലയമാണ്, സ്വകാര്യ വിദ്യാലയമാണ്. ഇതിൽ വിദ്യാർത്ഥികളാണ് ഈ രണ്ടുപേരും. ഇവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമാണ്
ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തിയെടുത്താണ് ഈ 13-കാരൻ 9 വയസ്സുകാരനെ കുത്തുന്നത്. കഴുത്തിലും അതുപോലെ തന്നെ വയറിലുമാണ് കുത്തേറ്റത്. കുത്തേറ്റ് ഈ മരിച്ചതിന് ശേഷം, കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൃതദേഹം അടുത്തുള്ള അഴുക്കുചാലിൽ തള്ളുകയും ചെയ്യുന്നത്, അഴുക്കുചാലിൽ ഒളിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഈ വിദ്യാർത്ഥിയെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മേലൂർ പോലീസിൽ അവിടുത്തെ സ്കൂൾ അധികൃതർ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതകം ആണെന്ന് മനസ്സിലാവുകയും ഇങ്ങനെ ഈ പയ്യനെ, ഈ 13-കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ ചെറിയ സംഘർഷമാണ് ഈ രീതിയിലേക്ക് ഒരു വലിയ കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 13-കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ്. ഉന്മേഷ്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. 1 മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യും. ഇതിനായി 900 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. ബുധനാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ചെയ്യുക. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതും അത് കുടിശ്ശികയാകുന്നതും നേരത്തെ വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ കൃത്യമായി ഉറപ്പാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയത്. ഏപ്രിൽ മുതൽ കൃത്യമായി ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ബജറ്റിലും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് കൃത്യമായി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് 1 മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായിട്ടുള്ള 900 കോടി ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഉന്മേഷ്. ശരി ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന്. കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് ജനരോഷം ഉണ്ടായത്. ഹലോ 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 പ്രതി കുടക് സ്വദേശി AP സലീമിനെതിരെ 2 മോഷണ കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് പ്രതി മുൻപ് നടത്തിയ മോഷണങ്ങളെക്കുറിച്ചുള്ള വിവരവും കിട്ടിയത്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, സംഭവം നടന്ന 10 ദിവസത്തിന് ശേഷമാണ് ഈ പോലീസ് പ്രതിയെ പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആന്ധ്രാപ്രദേശിലെ അഡോണയിൽ നിന്നായിരുന്നു ഈ പ്രതിയെ പിടിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി, അതായത് ഈ സംഭവം ഈ പ്രതി എങ്ങനെയാണോ കൃത്യം നടത്തിയത് ആ സമയത്ത് തന്നെ പോലീസ് ആരും അറിയാതെ രഹസ്യമായി ആ സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിയെ ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. ഈ കുട്ടിയുടെ വീടിനും പരിസരത്തും എത്തിച്ച് പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം രാവിലെ 10:45 കൂടിയാണ് 2ാം ഘട്ട തെളിവെടുപ്പ് പോലീസ് നടത്തിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജനനിബിഡമായ സമയമായിരുന്നു. അതായത് വലിയ രീതിയിൽ ജനക്കൂട്ടം അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. ഈ പ്രതിയെ അവിടെ എത്തിക്കുമെന്ന് മനസ്സിലാക്കിയത് മുതൽ തന്നെ, പ്രതി എത്തിയത് മുതൽ തന്നെ ജനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെ ഈ പ്രതിയെ മർദ്ദിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. തുടർന്ന് ഈ പ്രതിയെ തിരിച്ച് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഈ സംഭവം നടന്നത് എങ്ങനെയാണ്, ഈ കുട്ടിയുമായി ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പോയി ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നിരിക്കുന്നു. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.